യൂട്യൂബിൽ വരുന്നുണ്ട് നോക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബിലും ചെയ്യുന്ന ആളാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യണേ. ശരിക്കും സംഭവം നല്ല പനിയും നല്ല ജലദോഷവും നല്ല തൊണ്ടവേദനയുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമല്ല. ഇന്നല്ല നാളെ. ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ടുമോറോ. സംഭവം ഞാൻ നാളെ പറയാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഉറങ്ങട്ടെ. സമയം ഗുഡ് മോർണിംഗ്. അലാറം വെക്കാണ്ട് എണീച്ചിട്ട് പറഞ്ഞാൽ അത് തട്ടിപ്പോകും. അലാറം വെച്ചിട്ട് എണീച്ചേ. അല്ലാണ്ട് ഈ ക്ഷീണത്തിനെല്ലാം ഞാൻ എങ്ങനെ രാവിലെ ഉറങ്ങി എണീക്കാനൊന്നും. സംഭവം ഞാൻ എമ്പുരാൻ കാണാൻ പോകുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല. എണീക്കണം എന്തായാലും. വേറെ റെഡിയാണ്. ഇല്ലെങ്കിൽ ഇന്ന് ഞാനോട്ട് കല കുറച്ച് ടീമും കൂടി ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പോയി പല്ലിച്ച് കുളിച്ച് അങ്ങനെ എന്തോ റീലില്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. ടടാ. ഞാൻ ഒച്ചത്തിൽ സംസാരിച്ചിടാം. ബാക്കിയിൽ വരിക്കല ചൊറയാവും. അതുകൊണ്ടാകുമ്പോൾ മെല്ലെ സംസാരിക്കാൻ പാടുള്ളൂ. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ പയറ് കറി, പുട്ട്, 3 കഷ്ണം തിന്നൊന്നുമില്ല എന്നാലും, പിന്നെ 2 മുട്ട, ചായ റെഡിയായി. അപ്പോൾ പോവല്ലേ നമുക്ക്. ഭയങ്കര ഒരു സാധനമുണ്ട്, പോപ്കോൺ. പൈസ കൊടുത്ത് മണിക്കലെന്നെല്ലാം പറഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അത് വേണ്ട. അതുകൊണ്ട് നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഫ്ലേവറോട് കൂടിയ പോപ്കോൺ. ഞാൻ ഹോം മെയ്ഡ് പോപ്കോൺ ആണ്. ബസ്സിന് 5 മിനിറ്റിലുണ്ട്. ബസ് പിടിക്കാൻ നമുക്ക്. ലൈറ്റ് ഇല്ലാത്തോണ്ട് എന്തോ പോലെ ഉണ്ട്. രസമില്ല എന്നെ കാണാൻ. ഞാനൊരു 5 മിനിറ്റ് മുന്നേ ഇറങ്ങിനി. കാരണം എൻ്റെ ബസ് കാർഡ് തീർന്നു. ബസ് കാർഡ് റീചാർജ് ചെയ്താലേ ഇനി ബസ്സിൽ പോകാൻ പറ്റില്ല. ഈ പെണ്ണുമ്പോൾ എന്താ വരാത്തെ? Bus card recharge, please. 4 weeks, please. Yeah. സമയം 10:47. ഷോ തുടങ്ങുന്നത് 11 മണിക്ക്. ഇനിയും ഒരു ബസ്സും കൂടി കയറിയിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഉറപ്പ് ലേറ്റ്. 1.5 മണിക്കൂർ പരത്തിട്ടാൽ മതിയായിരുന്നു. അങ്ങനെയാണെന്നൊരു സീനില്ല. കറക്റ്റ് ടൈമിനെത്തും. ഇനി അടുത്ത ബസ് തരണം. അതോടെ പിടിക്കണം. അയ്യോ കാറ്റ്. ഞാനാണെങ്കിലേ തിരക്കിന് വരുന്ന ടൈമിൽ എൻ്റെ ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി. എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് വന്നത്. നാട്ടിലെല്ലാം ഫസ്റ്റ് ഷോ പറയുമ്പോൾ 6 മണിക്കാണ്. ഇവിടുത്തെ ഫസ്റ്റ് ഷോ 11 മണിക്കാണ്. രാവിലെ കഷ്ടപ്പെട്ട് ഉറങ്ങിണീച്ചിട്ട് ഇപ്പം ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് 2ാമത്തെ ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമെന്ന്. ഏതായാലും ലേറ്റായി. 11 മണിക്കുള്ള സിനിമക്ക് ഞാനിപ്പോൾ 10:56. താങ്ക് യു. ഒട്ടും ലേറ്റ് ആവാത്തോണ്ട് ഓടാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ കുറേ തിയേറ്റേഴ്സ് ഉണ്ട്. അതിലൊരു തിയേറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മളെ പടം. ലേറ്റ് ആയിട്ടല്ലടാ. ലേറ്റ് ആയിട്ടല്ല അല്ലേ? യൂട്യൂബിൽ വരുന്നുണ്ട് നോക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബിലും ചെയ്യുന്ന ആളാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യണേ. ശരിക്കും ഞാൻ വീഡിയോയിലൊന്നും അങ്ങനെ അറിയില്ല. ആണോ? വരുമാനം. ആ, 350 സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ വരുമാനം ഉണ്ടാവല്ലോ. ഇന്നിങ്ങനെ സബ്സ്ക്രൈബ് ചാനൽ വ്ളോഗർ VLO ദോണ്ട അതന്നെ. അതാ ഞാൻ എന്തുവാ ന്യൂ സബ്സ്ക്രൈബർ. ഇവിടെ ആരും എന്താ കൂക്കാത്തെ? സിനിമ കഴിഞ്ഞടാ. ഒരു വിഷമ സിനിമ. നിന്റെ അഭിപ്രായം സിനിമനെ കുറിച്ചിട്ട്? യൂട്യൂബിലിടും. നീ പറ സിനിമനെ കുറിച്ച് അഭിപ്രായം പറ.
വളരെ നല്ല പടം. ഞാനങ്ങനെ ആധികാരികമായി റിവ്യൂ പറയുന്ന ഒരു വ്യക്തി അല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാനേ പാടില്ല എങ്ങനെ അത് പറയേണ്ടത്. സിനിമ ആസ്വദിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണെങ്കിൽ അടിപൊളി സിനിമ. മലയാള സിനിമയിൽ ഇത്ര സെറ്റപ്പിൽ വേറൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അടി വെടി പോഹയൊന്നും കാണാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇതിൽ ലാലേട്ടന് ഒരു മുണ്ട് മടക്കിയിട്ടൊരു അടിയുണ്ട്, സൂപ്പർ. ഇങ്ങനെ കണ്ണും തുറന്നിരുന്നു കണ്ടിന്. അതെനിക്ക് വിവരിക്കാനൊന്നും അറിയില്ല, പക്ഷെ സംഭവം സൂപ്പർ എന്ന് പറഞ്ഞില്ലേ, സൂപ്പർ.